ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ലവനായ യേശുവിൻ്റെ സാക്ഷിയായി ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കുന്നതായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ നേരത്ത് വന്ന് കൂടുന്നതായ കരച്ചിൽ, സംഭവിക്കുന്നതായ അനർത്ഥങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേരത്ത് വന്ന് ചേരുന്ന, നാം പ്രതീക്ഷിക്കാത്തതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അതിഥിയാണ് കരച്ചിൽ എന്നിവിടെ പറയുകയാണ്. നിലവിളി, പ്രതീക്ഷിക്കാത്തതായ സമയത്ത് വരുന്നതായ കെടുതികൾ, നാം നനച്ചിരിക്കാത്തതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴുന്നതായ ചില കെടുതികൾ നിലവിളികളായി ഉയരുന്നതായ അനുഭവങ്ങൾ. എത്രയെത്ര ഉദാഹരണം നമുക്ക് പറയാനുണ്ട്. എല്ലാം സമാധാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, അപ്രതീക്ഷിതമായി സന്ധ്യയ്ക്കൊരതിഥി വരുന്നത് പോലെ കരച്ചിൽ വന്ന് രാപ്പാർക്കുകയാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്, വളരെ സമാധാനത്തോടെ, വളരെ പ്രതീക്ഷകളോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായ നേരത്ത് പെട്ടെന്നൊരാപത്ത് വന്നു, പെട്ടെന്നൊരനർത്ഥം വന്നു, പെട്ടെന്ന് ഒരു രോഗം വന്നു. ജീവിതം കരച്ചിലായി മാറുന്നു. ജീവിതത്തിൽ നിന്ന് കരച്ചിൽ ഉയരുന്നതായ ഒരനുഭവം ജീവിതത്തിൽ വന്ന് വീഴുന്നു. നാം ഇതുപോലുള്ളതായ ചില നിലവിളികൾ ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം എന്ന് പറഞ്ഞു. പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു. 4-ാം അധ്യായത്തിന്റെ 38 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സംഭവം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എലീശ പ്രവാചകന്റെ കാലമാണ്. എലീശ പ്രവാചകന്റെ കാലം ദേശത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. അങ്ങനെയാണ് വായിക്കുന്നത്. 38 മുതലുള്ളതായ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര പറിച്ച് കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു.
പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ പ്രവാചകൻ എലീശ പ്രവാചകന്റെ കാലം തന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനോട് പറയുകയാണ്, നീ ചെന്ന് ഒരു വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ആ ക്ഷാമത്തിൽ നിന്ന് ഒരു ആശ്വാസം, ചെറിയ ഒരു ആശ്വാസം അവർ പായസമുണ്ടാക്കി. എന്നാൽ ആ പായസം കുടിക്കുമ്പോൾ അവർക്ക് ആശ്വാസമല്ല ഉണ്ടായത്, അവർക്ക് തൃപ്തിയല്ല ഉണ്ടായത്. അവിടെ ഒരു നിലവിളി ഉയരുകയാണ്, അറിയാതെ അരിഞ്ഞിട്ടതായ പേച്ചൂര. പ്രവാചക ശിഷ്യന്മാർ പായസമുണ്ടാക്കാനുള്ളതായ ഒരുക്കത്തിലാണ്, തത്രപ്പാടിലാണ്. ഒരുത്തൻ ചീര പറിക്കാനായിട്ട് പോയി. ആ വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരുത്തൻ ചീര പറിക്കാൻ പോയി. അവൻ അറിയാതെ അവൻ പറിച്ചു കൊണ്ടുവന്നത് പേച്ചൂരയായിരുന്നു, വിഷമുള്ളത്. അവരറിഞ്ഞില്ല. അറിയാതെ അതരിഞ്ഞ് പായസക്കലത്തിലിട്ടു. ആ പായസക്കലത്തിൽ അറിയാതെ വീണതായ പേച്ചൂര അത് മരണമായി മാറി. നിലവിളി ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. സന്തോഷിക്കേണ്ട സമയമാണ്. അവർ പായസം കഴിച്ച് ആശ്വസിക്കേണ്ടതായ സമയമാണ്. ക്ഷാമമാണ്. ആ ക്ഷാമത്തിന്റെ നടുവിൽ അല്പം പായസം കുടിക്കാൻ കിട്ടുക എത്ര വലിയ കാര്യമാണ്, എത്ര ആശ്വാസമാണ്, എത്ര ആനന്ദമാണ്, ഒരു സന്തോഷമാണ് അവിടെ നടക്കേണ്ടത്. എന്നാൽ ആ സന്തോഷത്തിന്റെ രംഗങ്ങൾ നിലവിളി ഉയരുന്ന രംഗമായി മാറി. എന്താണ് കാരണം? അറിയാതെ എരിഞ്ഞിട്ടതായ പേച്ചൂര. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അറിയാതെ എരിഞ്ഞിട്ടതായ പേച്ചൂര, അറിയാതെ വീണതായ പേച്ചൂര അനേക ജീവിതങ്ങളിൽ നിലവിളികളായി ഉയരുന്നു. അനേക കുടുംബങ്ങളിൽ നിന്ന് നിലവിളികൾ ഉയരുകയാണ്. അരിഞ്ഞിട്ടതായ പേച്ചൂര മൂലം. ദൈവത്തിന് സ്തോത്രം. തൃപ്തിക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്, എല്ലാം ശരിയാകുമെന്ന് കരുതിയാണ് ചില കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചത്, ചില കാര്യങ്ങളെല്ലാം ചെയ്തത്. എല്ലാത്തിനും പരിഹാരമാകുമെന്ന് കരുതിയാണ് ആ വഴിക്കിറങ്ങാൻ തീരുമാനിച്ചത്. എല്ലാ ബുദ്ധിമുട്ടും തീരുമെന്ന് കരുതിയാണ് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. നല്ല ഒരു ഭാവി ലഭിക്കുമെന്ന് കരുതിയാണ് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന് മുന്നോട്ട് പോയത്. മക്കളുടെ വിവാഹാലോചന വന്നപ്പോൾ നല്ലൊരു ഭാവി ലഭിക്കുമെന്ന് കരുതി ആ വിവാഹം ആലോചിച്ചു നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ബിസിനസ്സിൻ്റെതായ കാര്യങ്ങളിൽ നല്ല ഒരു വളർച്ച കിട്ടുമെന്ന് കരുതി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ജീവിതത്തിൽ ക്ഷാമകാലത്ത് അല്പം തൃപ്തിക്ക് വേണ്ടി ആ ക്ഷാമത്തിൽ നിന്ന് ഒരു നല്ലത് വരുമെന്ന് കരുതി ചെയ്യുന്നതായ ചില കാര്യങ്ങളെല്ലാം നിലവിളികളായി മാറുന്ന അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ നല്ല ഉദ്ദേശത്തോടെ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി, നല്ല കാര്യത്തിന് വേണ്ടി ആ വഴിക്ക് മുന്നോട്ട് പോയി, ആ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോയി. എന്നാൽ ഇന്ന് നിലവിളിയായി മാറിയിരിക്കുന്നു. കയീൻ തൻ്റെ സഹോദരനെ കൊന്നാൽ തനിക്ക് തൃപ്തി കിട്ടുമെന്ന് കരുതി. എന്നാൽ അവൻ നിത്യനാശത്തിലേക്ക് ഓടിയകലേണ്ടി വന്നു. തൃപ്തി കിട്ടാത്തവനായി അലഞ്ഞു നടന്നവൻ തകർന്നുപോയി. ദൂരത്തേക്ക് ഓടിയകലുന്നവനായ കയീന്റെ നിലവിളിയുടെ ശബ്ദമാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം കേൾക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 38-ാം വാക്യം. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഏശാവ്
പൊട്ടിക്കരഞ്ഞു. സംഭവം നമുക്കറിയാവുന്നതാണ്, വിശദീകരിക്കുന്നില്ല. തന്റെ അപ്പന്റെ മുമ്പിൽ വീണ് കിടന്ന് ഏശാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയുന്ന വാക്കുകളാണ്: അപ്പാ, എന്നെയും അനുഗ്രഹിക്കണമേ. അപ്പാ, നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ. ഏശാവ് പൊട്ടിക്കരയുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് നാം വരണം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ യാക്കോബ് ഏശാവ് വേട്ട കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ യാക്കോബ് നല്ല പായസം ഉണ്ടാക്കിയിരിക്കുന്നു. ആ യാക്കോബിന്റെ പായസത്തിന്റെ ആ മണം, യാക്കോബിന്റെ പായസത്തോടുള്ളതായ കൊതി, എന്താണ് സംഭവിച്ചത്? ഏശാവ് യാക്കോബിനോട് ചോദിച്ചു, എനിക്ക് നിന്റെ പായസം തരണമെന്ന്. യാക്കോബ് പറഞ്ഞു, ഞാൻ തരാം. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്കതിന് പകരമായി തരണം. യാക്കോബ് ഏശാവിന്, അവൻ അവിടെ നിന്ന് വായിക്കുന്ന കീഴ് വായിക്കുമ്പോൾ ഒടുവിൽ നിന്ന് വായിക്കുന്നത് ഇങ്ങനെ: ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന്. അവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എന്താ ഈ അവകാശം എന്ന് പറഞ്ഞത്? എന്താ കാര്യമുള്ളത്? ഇപ്പോൾ നല്ല പായസം കിട്ടുക, ആ പായസം കുടിക്കുക, അല്ലാതെ എന്തോ അവകാശം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കിട്ടേണ്ടതായ സുഖം, ഇപ്പോൾ അനുഭവിക്കേണ്ടതായ സന്തോഷം, ഇപ്പോൾ ലഭിക്കേണ്ടതായ തൃപ്തി, അത് മാറ്റിവെക്കാൻ അവൻ തയ്യാറായില്ല. ഇന്ന് അങ്ങനെയാണ്. എന്ത് സ്വർഗം, എന്ത് നരകം, അതൊക്കെ അങ്ങ് ചെല്ലുമ്പോഴല്ലേ അറിയുന്നത്. ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, ഇത് ആനന്ദിക്കാനുള്ളതാണ്. അലക്ഷ്യമാക്കി കളയുന്നു. ദൈവം നമുക്ക് വെച്ചിട്ടുള്ള അവകാശത്തെ അലക്ഷ്യമാക്കി കളയുന്നു. എന്തിനു വേണ്ടി? അല്പനേരത്തെ ജഡത്തിന്റെ തൃപ്തിക്ക് വേണ്ടി, ആ പായസം കുടിക്കുന്നതിന് വേണ്ടി. തൻ്റെ അവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞവനായി ഏശാവ്, അവൻ പൊട്ടിക്കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാനും നിങ്ങളും പൊട്ടിക്കരയുന്ന ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ ലോകത്തെ അല്പസുഖത്തിന് വേണ്ടി, ഈ ലോകത്തിലെ അല്പ ആനന്ദത്തിന് വേണ്ടി, ജഡീകമായ ഒരു സംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ അവകാശത്തെ നാം അലക്ഷ്യമാക്കി കളയരുത്. ഏശാവിൻ്റെ ജീവിതത്തിൽ ഒരു കരച്ചിലുയരാനിടയായി. നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവിത പാത്രത്തിൽ അരിഞ്ഞിടുന്നതിനൊന്നിനും നമുക്ക് തൃപ്തി തരുവാൻ കഴിയുന്നതല്ല. ഇന്ന് പലരും തൃപ്തിക്ക് വേണ്ടി, ക്ഷാമം മാറാൻ, അല്പം ആശ്വാസത്തിന് വേണ്ടി, അല്പം സമാധാനത്തിന് വേണ്ടി ഇതുപോലെ ജീവിത കലത്തിലേക്ക് പേച്ചൂരെ അരിഞ്ഞിടുകയാണ്. അരുതാത്ത വഴികളിലൂടെ പോകുന്നു. ആനന്ദിക്കുവാൻ വേണ്ടി, ഒരു തൃപ്തിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കണം. ഇന്ന് എന്തിനാണ് മനുഷ്യൻ അരുതാത്ത വഴികളിലൂടെ പോകുന്നത്? പലതും നേടാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി, പേരും പെരുമയും കിട്ടുന്നതിന് വേണ്ടി. ഇല്ലേ? ഏതെല്ലാം വഴിക്ക് മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നു. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അരിഞ്ഞിടുന്നു. ഇതെല്ലാം ഒരു നിലവിളികളായി മാറാതിരിപ്പാൻ തക്കവണ്ണം നാം ഇന്ന് സൂക്ഷിക്കണം. അറിയാതെ ഒന്നും ജീവിതത്തിൽ വീഴരുത്. അറിയാതെ ഒന്നും ജീവിതത്തിലേക്ക് വീഴാൻ നാം അനുവദിക്കരുത്. ദൈവം അറിയാതെ ഒന്നും, ദൈവത്തെ അറിയിക്കാതെ ഒന്നും, നാം പരിശോധിക്കാതെ, നാം ശോധന ചെയ്യാതെ, ദൈവോധനവുമായി തുലനം ചെയ്യാതെ യാതൊന്നും നമ്മുടെ ജീവിതകലത്തിലേക്ക് അരിഞ്ഞിടാൻ നമുക്കിടവരരുത്. ഒരു നിലവിളി ഉയരും. ഇപ്പോൾ നല്ലതാണെന്ന് തോന്നും, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അനുഗ്രഹമാണെന്ന് തോന്നും, ഇപ്പോൾ സന്തോഷമാണെന്ന് തോന്നും. എന്നാൽ
നമ്മുടെ ജീവിതകാലത്തിലേക്ക്, നമ്മുടെ ആത്മീക ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മീക അനുഭവങ്ങളിലേക്ക് ഈ വചനപ്രകാരം അറിവില്ലാത്തതൊന്നും അരിഞ്ഞിട്ട് നാം തകർന്നു പോകാൻ, നിലവിളി ഉയരുന്നതായി മാറാൻ ഒരിക്കലും ഇടവരരുത്. എല്ലാ രംഗങ്ങളിലും ദൈവമക്കൾ കരുതലോടെ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. അവർ അറിയാകിയാൽ അതരിഞ്ഞ് പായസക്കലത്തിലിട്ടു. പായസം കുടിച്ചപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. നാം ഓർക്കണം, ഈ ലോകത്തിലുള്ള ഒന്നിനും, നമ്മുടെ ജീവിതപാത്രത്തിൽ ഈ ലോകത്തിൽ നിന്ന് കോരിയൊഴിക്കുന്ന ഒന്നിനും നമുക്ക് തൃപ്തി തരാൻ കഴിവുള്ളതല്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഒരു ശമരിയാക്കാരി സ്ത്രീയെ നാം കാണുന്നുണ്ട്. നട്ടുച്ച നേരത്ത് ശമരിയ പട്ടണമായ സുഖാറിൽ യാക്കോബിന്റെ ഉറവിന്റെ അരികിലേക്ക് പാത്രവുമായി പോകുന്ന ഒരു ശമരിയക്കാരി സ്ത്രീ. അവരുടെ പാത്രത്തിൽ അവിടെ ആ ഉറവിൽ നിന്നുള്ളതായ വെള്ളം കോരി ഒഴിച്ചു കൊണ്ടുപോയി ദാഹം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ശമരിയക്കാരി സ്ത്രീ ആ കിണറ്റിൻകരയിലേക്ക് കടന്നു ചെന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ പാത്രമൊന്നുമില്ലാത്തവനായി ഒരുവനിരിക്കുന്നു. അവൻ ചോദിച്ചു, എനിക്ക് കുടിപ്പാൻ തരുമോ? അവൾ പറഞ്ഞു, എങ്ങനെ? നിന്റെ കയ്യിൽ പാത്രമൊന്നും കോരുവാൻ പാത്രമില്ലല്ലോ. വീട്ടു വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. എന്താണ് നമ്മൾ കാണുന്നത്? കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അതവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും. അവൾക്ക് മനസ്സിലായി, ശരിയാണ്, ഞാൻ എന്നും ഈ കിണറ്റിൽ വന്ന് വെള്ളം കോരി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എൻ്റെ പാത്രത്തിൽ ഈ കിണറ്റിലെ വെള്ളം നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആ വെള്ളം കുടിക്കുന്നുണ്ട്. എൻ്റെ ദാഹം അല്പം മാറുന്നുമുണ്ട്. പക്ഷേ എനിക്ക് പിന്നെയും ദാഹിക്കുന്നു. ഞാൻ പിന്നെയും ഈ കിണറ്റിൻ്റെ കരയിലേക്ക് വരേണ്ടതായിട്ട് വരുന്നു. അവൾ പറഞ്ഞു, യജമാനെ, എന്നാൽ ആ വെള്ളം എനിക്ക് തരണം. എനിക്ക് ദാഹിക്കാതെ ഇരിക്കേണ്ടതിന്, ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് യജമാനെ ആ വെള്ളം എനിക്ക് തരണമേ, എനിക്ക് ആ വെള്ളം തരണമേ. ദൈവത്തിന് സ്തോത്രം. തൃപ്തി തരുന്ന വെള്ളം, ഒരിക്കലും ദാഹിക്കാതെ എന്നെ കാക്കുന്ന ആ വെള്ളം, നിത്യജീവനിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുപോകുന്ന, എന്നെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പൊക്കിക്കൊണ്ടുപോകുന്ന ആ ജീവനുള്ള വെള്ളം എനിക്ക് തരണമേ. യേശുവോട് പറഞ്ഞു, നീ 2 കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. നീ 2 കാര്യങ്ങൾ ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വീണുപോയ പേച്ചൂരയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ വീണ് കിടക്കുന്ന പേച്ചൂരയുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. യേശുവോട് പറയുന്നു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ദൈവത്തിന് സ്തോത്രം. അവളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ വീണുപോയതായ പേച്ചൂര, ഇപ്പോൾ വീണ് കിടക്കുന്നതായ പേച്ചൂര. എന്നാൽ കേട്ടു വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ മുമ്പിൽ അവൾ പാത്രം വെച്ചു. അവളുടെ പാത്രം യേശുവിന്റെ മുമ്പിൽ വെച്ച്. അതിന് 28-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവൾ പാത്രം യേശുവിന്റെ കാൽക്കൽ വെച്ചു. യേശുവിന്റെ മുമ്പിൽ അവൾ പാത്രം വെച്ചു. ഇതുവരെയും പലതും നിറച്ചിട്ടും
ദാഹം തീർക്കാൻ കഴിയാത്തതായ പാത്രം, ജീവിതക്കലം യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നിറച്ചു! ഒരു തൃപ്തിക്ക് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി ജീവിത കലത്തിൽ എന്തെല്ലാം അരിഞ്ഞിട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. മദ്യപാനം, പുകവലി, വേണ്ടാദിനങ്ങൾ, കൊള്ളരുതായ്മകൾ, എന്തെല്ലാം അശുദ്ധിയും അഴുക്കും മ്ലേച്ഛതകളും ചീത്ത കൂട്ടുകെട്ടുകളും അരുതാത്ത വഴികളുമെല്ലാം ജീവിതത്തിലേക്ക് അരിഞ്ഞിട്ടു. എന്തിനു വേണ്ടി? ഒരു തൃപ്തിക്ക് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടി. എന്നാൽ പലതും ഈ ലോകത്തിലുള്ള പലതും അരിഞ്ഞിട്ടതായ ആ പാത്രം കർത്താവിൻ്റെ കാൽക്കൽ ഒന്ന് വെച്ചു കൊടുക്കുന്ന ഒരു രാത്രിയായി ഇന്ന് മാറുമോ? ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 40-ാം അധ്യായം, അതിന് 40-41 വാക്യങ്ങൾ. എന്താണ് നാം കാണുന്നത്? ആ ദൈവപുരുഷൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, മാവ് കൊണ്ടുവരുവനെന്ന് പറഞ്ഞു. ഒരു പിടി മാവ് കൊണ്ടുവന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒരു പിടി മാവ്. എന്ത് ചെയ്തു? മാവ് കൊണ്ടുവരുവനെന്ന് പറഞ്ഞു. അവനത് കലത്തിലിട്ടു. പിന്നെ ദൂഷ്യമായതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. ഒരു പിടി മാവ് കൊണ്ടുവന്ന് ആ കലത്തിലേക്ക് അങ്ങിട്ടു. ഒരു പിടി മാവ്, ഗോതമ്പ് മാവ്. ഇന്ന് ഞാനും നിങ്ങളും നിലവിളികൾ ഉയരുന്ന ജീവിതമാണോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിലവിളികൾ ഉയരുന്നതായ അനുഭവമാണോ? ഒരു പിടി മാവ് കൂടെ കടന്നു വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ഗോതമ്പ് മണിയായവൻ, കാൽവരിയാകുന്ന ചക്കിൽ പൊടിഞ്ഞ് നുറുങ്ങി പൊടിഞ്ഞ് ഗോതമ്പ് മാവായി മാറിയവൻ. ഒരു പിടി മാവ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം മാറ്റി തരുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ് ആ ചക്കിൽ അവൻ ഇടിഞ്ഞു നുറുങ്ങിയത്? എന്തിനാണ് ക്രൂശിൽ കർത്താവ് തകർക്കപ്പെട്ടത്? സ്വർഗത്തിന്റെ തിരുക്കുമാരനായിരുന്നു, ഗോതമ്പ് മണിയായിരുന്നു. കർത്താവ് പറഞ്ഞല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് വെറുതെ, അതുകൊണ്ട് ഗുണമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. നിലത്ത് വീണ് ചാകുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി പൊടിയപ്പെടാൻ തക്കവണ്ണം, അടികൊണ്ട് തകരാൻ തക്കവണ്ണം, ക്രൂശിൽ മരണം അനുഭവിപ്പാൻ തക്കവണ്ണം ക്രിസ്തു തകർക്കപ്പെട്ട എന്തിനു വേണ്ടിയിട്ടാണ്? യേശു നുറുക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ പച്ച ശരീരം കാര്യന്മാണികൾക്ക് വെച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ചമ്മട്ടി കൊണ്ടുള്ള അടി കൊള്ളുവാൻ അവൻ എന്തിനു വേണ്ടി ആ പീലാത്തോസിന്റെ അരമന മുറിയിൽ അവൻ കുനിഞ്ഞു നിന്ന് കൊടുത്തു. അവന്റെ വസ്ത്രം നീക്കി അവൻ അവിടെ കുനിഞ്ഞു നിന്ന് കൊടുത്തു. ചമ്മട്ടി കൊണ്ട്, ചാട്ടവാറുകൊണ്ട് അവന്റെ പുറമവര് അടിച്ചു പൊളിച്ചു. ഉഴവുചാല് പോലെ അവന്റെ ശരീരം കീറി മുറിച്ചു. എന്തിനു വേണ്ടി അവൻ പൊടിക്കപ്പെട്ടു? എന്തിനു വേണ്ടി അവൻ അടി കൊണ്ടു? എന്തിനു വേണ്ടി ക്രിസ്തു തകർക്കപ്പെട്ടു? ഇത് കേട്ട് കേൾവിയല്ല, ഇത് കഥ കേൾക്കുകയല്ല. ഇന്നും മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഒരു പിടി ഗോതമ്പ് മാവായി മാറേണ്ടതിന് വേണ്ടി, ഒരു പിടി മാവായി പൊടിയപ്പെടേണ്ടതിന് വേണ്ടി, ഒരു പിടി മാവായി നുറുക്കപ്പെടേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. യേശുവേ, എൻ്റെ നിലവിളി മാറ്റുവാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് നിലവിളിക്കുമ്പോൾ, നാം ആവശ്യക്കാരായി വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിലവിളികളെ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ദൂഷ്യമായതൊന്നും പിന്നെ കലത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്താണ് സന്ധ്യ? സന്ധ്യ എന്ന് പറയുന്നത് എന്താണ്? ഇരുട്ടങ്ങ് പടർന്നു വരികയാണ്, ഇരുട്ടങ്ങ് മൂടി വരികയാണ്, ഇരുട്ട് മൂടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇരുട്ട്? ഇരുട്ട് പാപത്തെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ പാപം കയറി വരുന്നു, ജീവിതത്തിലേക്ക് കയറി വരുന്നതായ പാപങ്ങൾ. ഉഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷസ്സിൽ സൂര്യൻ ഉദിച്ചു വരികയാണ്, സൂര്യന്റെ പ്രകാശ കിരണങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. നിങ്ങൾക്ക് ആനന്ദം വേണമോ? ഉഷസ്സിലേക്ക് വന്നുകൊള്ളുക, സൂര്യകിരണങ്ങളിലേക്ക് വന്നുകൊള്ളുക. കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കുന്നു. പിതാക്കന്മാർ പാടാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. വേണ്ടാത്ത കഷ്ടപ്പാടുകളുണ്ടല്ലോ ജീവിതത്തിൽ,
ആവശ്യമില്ലാത്ത കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, കർത്താവേ, നിലവിളി ഉയരുന്ന ജീവിതങ്ങളാണോ ഇന്ന് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഊഷസിലോ ആനന്ദഘോഷം വരുന്നു? ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, സന്ധ്യയെങ്കിലേക്ക് ഞാൻ പോവുകയായിരുന്നു. പാപത്തിൻ്റെ ഇരുള് എന്നിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോവുകയായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാരായിരുന്ന പലരുമുണ്ട്. അവരെല്ലാം ഇന്നായിരിക്കുന്ന സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. പലരും ആ ഇരുളിൽ നിലവിളിയായി മാറിയ അനുഭവങ്ങൾ എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഞാനും അങ്ങനെ പോയി തീരേണ്ടവനായിരുന്നു. എന്നാൽ ആ സന്ധ്യയെങ്കിൽ നിന്ന് ഒരു സഹോദരൻ വചനം കേൾക്കാൻ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചതുകൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ഒരു ക്ഷണം കിട്ടിയതുകൊണ്ട്, എനിക്കായി കാത്തിരുന്ന് എന്നെ വചനം കേൾക്കാൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ ഉഷസിലേക്ക് വന്നു. സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുന്ന രംഗത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ഇരുട്ട് പടരേണ്ട രംഗത്തിലേക്ക് പോയി. നിലവിളിയായി ഉയരേണ്ടതായ എൻ്റെ ജീവിതം ഉഷസിൽ ആനന്ദഘോഷമുള്ള ജീവിതമായി മാറി. ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ സന്തോഷമാണ് സുവിശേഷ വേലയ്ക്കുള്ള കൊതി എൻ്റെ ഉള്ളിൽ പാകി തന്നത്. ഇന്നും ആ കൊതി വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. ഞാനും നിങ്ങളും രാത്രിക്കുള്ളവരല്ല കേട്ടോ. ഞാനും നിങ്ങളും പകലിനുള്ളവരാകയാൽ നാം എങ്ങനെയാണ് റോമർ 12 വായിക്കുന്നത്? ഞാനും നിങ്ങളും വെളിച്ചത്തിനുള്ളവരാകയാൽ ഇരുട്ടിൻ്റെ ആയുധവർഗങ്ങൾ വെച്ചിട്ട് വെളിച്ചത്തിനുള്ളവരായി തീർന്നുകൊള്ളുവീൻ. ഇന്ന് ഇരുട്ട് പടർന്നവരാരെങ്കിലും ഉണ്ടോ? പാപത്തിലേക്ക് വഴുതിപ്പോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അരുതായികളിലേക്ക് വഴുതിപ്പോയവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ആ പേച്ചൂരെ അരിഞ്ഞ ജീവിതപാത്രത്തിൽ ഇട്ടുപോയവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? എല്ലാത്തിനും പരിഹാരമുണ്ടെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ആരെയും നിരാശപ്പെടുത്തുന്നില്ല. ഒരു പിടി മാവ് കൊണ്ടുപോയി വീണുന്ന ദൈവശബ്ദം മുഴങ്ങുകയാണ്. ഇന്ന് ഈ ശബ്ദമാണ് മുഴങ്ങുന്നത്. ദൈവ പൈതലേ, നീ നിലവിളിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ഇതാ ദൈവശബ്ദം മുഴങ്ങുന്നു. ഒരു പിടി മാവ് കൊണ്ടുവരുവീൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലേക്ക് ഇട്ടു തരുവാൻ ഒരു പിടി മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കലം ഒന്ന് തുറന്നു കൊടുക്കുമോ? ആ സമരക്കാരി സ്ത്രീ യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ അവളുടെ പാത്രം വെച്ചതുപോലെ ജീവിതക്കലം ആ കാൽച്ചുവട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കുമോ? എന്തിനു വേണ്ടി? ആ ഒരു പിടി മാവ് വീഴുവാൻ, യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ഗോതമ്പ് മണി, സ്വർഗത്തിൻ്റെ ഗോതമ്പ് മണി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒന്ന് വെച്ചു കൊടുക്കുമോ? ജീവിതക്കാലം പലതും പലതും അരിഞ്ഞിട്ട് പോയി കർത്താവേ. നിലവിളി ഉയർന്നു പോയി കർത്താവേ. നാശത്തിൻ്റെ നിലവിളി ഉയർന്നു പോയി കർത്താവേ. പാപത്തിൻ്റെ വിഷം വീണുപോയി കർത്താവേ. മരണം പടർന്നു പോയി കർത്താവേ. ദൈവപുരുഷനായുള്ളോവേ, കാലത്തിൽ മരണം, എൻ്റെ ജീവിതത്തിൽ മരണം വീണുപോയി. എൻ്റെ ജീവിതത്തിൽ പാപം വീണുപോയി. മരണകരമായ പാപത്തിൽ ഞാൻ വീണുപോയി. ഇന്ന് ഉഷസിലേക്ക് അവൻ വിളിക്കുകയാണ്. ആനന്ദഘോഷത്തിലേക്ക് വിളിക്കുകയാണ്. ആരെ തീരുമാനിക്കുന്നുണ്ട്? ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് യേശുവിനോട് ആരെല്ലാം അപേക്ഷിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. നിലവിളി വീരുന്ന എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. ദുരിതം അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. പേച്ചുവര വീണുപോയ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. ആരെല്ലാം നിലവിളിക്കുന്നുണ്ട്? അവരുടെ അരികിലേക്ക് ഇതാ ഒരു പിടി മാവായി ഇവൻ കടന്നു വന്നിട്ടുണ്ട്. ജീവിതക്കലത്തിൽ ഈ മാവ് വീഴുന്ന ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം തുറന്നു വെച്ച് കൊടുക്കുന്നുണ്ട്? ആരെല്ലാം ജീവിതത്തെ താഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്? സമരക്കാര്യസ്ഥയ കാൽക്കൽ പാത്രം വെച്ചതുപോലെ ജീവിതക്കലം, ഹല്ലേലൂയ, പലതും പലതും അരിഞ്ഞിട്ട കലം, ഹല്ലേലൂയ, പലതും പലതും വീണുപോയതായ കലം, ഹല്ലേലൂയ. ഇരുട്ട് പടർന്ന ജീവിതം, സന്ധ്യ വന്ന ജീവിതം, അന്ധകാരം പടർന്ന ജീവിതം, പാപം വന്നുപോയ ജീവിതം, അശുദ്ധിയും അഴുക്കും മറ്റിപ്പോയ ജീവിതം, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ജീവിതകലം എങ്ങനെയുള്ളതുമായിക്കൊള്ളട്ടെ, ഏത് വിധത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, ഒന്നിലും തൃപ്തി കെട്ടാത്ത ജീവിതകലം, ഹല്ലേലൂയ, പിന്നെയും പിന്നെയും കുടിച്ചിട്ടും തൃപ്തി വരാത്ത ജീവിതകലം യേശുവിനെ കാൽക്കലും വെച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പിടി മാവ് വീഴുന്ന സമയമാണ്, ഹല്ലേലൂയ. അവന്റെ കൃപ വ്യാപരിക്കുന്ന സമയമാണ്, രക്ഷ ഒഴുകുന്ന സമയമാണ്, രക്ഷകന്റെ സ്നേഹം പകരുന്ന കരമാണ്, ഹല്ലേലൂയ. കരത്തിന്റെ അധികാരം പ്രവർത്തിക്കുന്ന സമയമാണ്. ആരേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? യാതൊരു വ്യവസ്ഥയും കൂടാതെ ജീവിതകലത്തിലേക്ക് ഒരു പിടി മാവ് വീഴുവാൻ ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ആരെല്ലാം തങ്ങളെ തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട്? കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച കാൽവറിയിലെ സ്നേഹമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ ഒന്ന് രാപ്പാർക്കും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കരച്ചിലുകൾക്ക് പലതിനും കാരണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു സന്ധ്യയാണ്, ഇരുട്ടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. എന്നാൽ ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തുവേ, അവിടുത്തെ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വേണ്ട കഷ്ടതകളും വീൺ ചിന്തകളും അശുദ്ധിയും അഴുക്കും അരുതാത്തതുമെല്ലാം നീക്കിത്തരണമേ. സൽക്രിയകൾക്ക് മനം ശുദ്ധിയ സംഗതി വരണേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കരുണയുള്ള കർത്താവേ, നിനസനി സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.